വർഷമായ വീടാന്ന് പറഞ്ഞ അന്തസ്, 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. ഒരു പുറത്തൊരാള് ഇവിടെ ക്യാമറയോ ഇന്റർവ്യൂ ഒന്നും വേണ്ട, ഒരപ്പുറത്തെ അയൽ വീട്ടിൽ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടെ നിന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന വീട്. ഓക്കെ, അതിനുശേഷം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡള്ളായി. വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് തന്നു. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഒരു ഈടിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ രേണു സുധി റിലേറ്റ് ചെയ്തിട്ടാണ്. ഈവൻ കുറേ എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് അവർ തന്നെ എന്നോട് പറയും, ഓ രേണു സുധി, ചിക്കൂന് രേണു സുധി കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അത് ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ പേഴ്സണലി ഒരു വ്യക്തിയോട് ഉണ്ടാവുന്ന എന്തോ കാര്യത്തിൻ്റെ പുറത്തൊന്നും എടുക്കുന്ന ഒരു സാധനമല്ല ഈ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ. കറൻ്റ്ലി ട്രെൻഡിങ് ആയിക്കൊണ്ട് നിൽക്കുന്ന ടോപ്പിക്കുകൾ എടുത്ത് നമ്മളുടെ ഒരു പോയിന്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പീനിയൻ പറയാം. ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞു, എൻ്റെ വീഡിയോൻ്റെ താഴെ പല ആൾക്കാരും കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ബിഗ് ബോസ് കഴിഞ്ഞില്ല, ഇനിയും ബിഗ് ബോസിനെ പറ്റി പറയേണ്ട ആവശ്യം എന്താണെന്നുള്ളത്. ബിഗ് ബോസ് കഴിഞ്ഞെങ്കിലും ആഫ്റ്റർ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്നുണ്ട്. ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റൻസ്, അല്ലെ പഴയ സീസണിലുള്ള ആൾക്കാർ, അല്ലെ ഇപ്പോഴത്തെ സീസണിലുള്ള ആൾക്കാർ, ഇവരൊക്കെ പല ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു, പല കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നു. അതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഡിസ്കഷൻ ആവുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ റിയാക്ഷൻ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരെന്ന നിലയിൽ നമ്മൾ എന്തായാലും ഈ ഒരു ടോപ്പിക് എടുക്കും, സംസാരിക്കും. അതുപോലെ ആ സമയം ട്രെൻഡിങ് ആയി നിന്നൊരു വ്യക്തിയായിരുന്നു രേണു സുധി. എവിടെ തിരിഞ്ഞാലും ക്യാമറാമാൻമാർ രേണു സുധീൻ്റെ പുറകെയാണ്. രേണു സുധീൻ്റെ വായിൽ നിന്ന് ആ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ വീഴും, പിന്നെ അതൊരു വൈറലാവും, ടോപ്പിക്കാവും. അങ്ങനെ അതിനുശേഷം അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി കയറി നിൽക്കുന്ന സമയമാണ് ബിഗ് ബോസിലോട്ടൊരു സ്പേസ് കിട്ടുന്നതും ബിഗ് ബോസിലോട്ട് പോകുന്നത്. ബിഗ് ബോസിൽ പോയി കുറച്ച് ദിവസങ്ങളെ രേണു നിന്നുള്ളൂ. അതിനുശേഷം രേണു ക്വിറ്റ് ചെയ്ത് വന്നെങ്കിലും അതിനുശേഷം രേണു സുധീൻ്റെ ഗ്രാഫ് ഇങ്ങനെ നെഗറ്റീവ് പോയിക്കൊണ്ട് നിന്ന സാധനം ഒരു പോസിറ്റീവിലോട്ട് പോയി. ഈവൻ ഞാൻ എന്ന് പറയുന്ന വ്യക്തി രേണു സുധിയുടെ പല വീഡിയോസ് കാണുമ്പം ഞാനും എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ചു, ഇവർ മാറി, ഇവരിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്, പണ്ടത്തെ ഇതൊക്കെ മാറി, ഇവർ അത്യാവശ്യം ഫെയിമിലെത്തി, ഇനി ഇവരുടെ കാര്യങ്ങളൊക്കെ ആയിപ്പോട്ടെ. അതിപ്പം എല്ലാ ലെവലിലും, ആക്ടിങ് ലെവലിലാണെങ്കിലും ഡ്രസ്സിങ് സെൻസിലാണെങ്കിലും ഒക്കെ ഒരു വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ രേണു സുധി എന്ന് പറയുന്ന ടോപ്പിക്ക് വലിയ വിഷയങ്ങളൊന്നും അല്ലാണ്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്നൊരു ബോംബ് വന്നത്. അപ്പോൾ ഈ ബോംബ് ഇട്ടിരിക്കുന്നത് ഷാരിക എന്ന് പറയുന്ന ആളാണ്. ഷാരികയും രേണു സുധിയും ബന്ധപ്പെട്ടൊരു ഇൻ്റർവ്യൂവിൽ നമ്മൾ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിനെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആ വീടുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ആ വീട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഷാരിക കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിലോട്ട് നോക്കാം. അതിനുശേഷം ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ ആളൊരു ലൈവും വന്നിട്ടുണ്ട്. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഇനി അത് 4 ആളുടെ അടുത്തോട്ട് ബൂസ്റ്റ് ചെയ്തിട്ടണം എന്നൊരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. 10 വർഷമായ വീടാന്ന് പറഞ്ഞ അന്തസ്, 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. ഈ വീടിന്റെ കാര്യം വന്ന് കയറിയ മൊമെന്റ് തന്നെ എനിക്കിത് എന്റെ വീഡിയോയിൽ പറയണമെന്ന് ഇത് ഞാൻ ഇപ്പൊ ആരോടും രേണുവിനോട് പോലും പറഞ്ഞിട്ടില്ല. ഇത് പറയണമെന്ന് രേണു ഞങ്ങൾ ചിറ്റാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നാണ്, ആരെയും ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തുനിന്ന് പുറത്തൊരാള് ഇവിടെ ക്യാമറയോ ഇന്റർവ്യൂ ഒന്നും വേണ്ട, ഒരപ്പുറത്തെ അയൽ വീട്ടിൽ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടെ നിന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന വീട്. ഓക്കെ, ഇതൊരു 10 വർഷമായ വീടാന്ന് പറഞ്ഞ അന്തസ്. പിന്നെ മിനിമം ഒരു 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. 1-1.5 വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത്. അകം പോട്ടെ, അകം പിന്നെ അവരുടെ വൃത്തി, അത് അകത്തിന് കുഴപ്പമില്ല, നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത്. പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത്? നമ്മളൊരാൾക്ക് ശരിയാണ്, അവര് അതുല്യ കലാകാരനായ രേണു സുധിച്ചേട്ടന്റെ വൈഫാണ്. പിന്നെ അവര് അന്തസ്സായിട്ട് അവരൊരു കലാകാരിയാണ്. ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത്. അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആ ഒരു സമയത്ത് സഹായം കാണിച്ചത് സുമനസ്സുകൾക്ക് നന്ദി, ഇല്ലെന്നൊന്നും പറയത്തില്ല. പക്ഷേ അതിലൊരു കുറ്റം ഉണ്ടായാൽ അവർ അടിമയല്ല, അവരെ ആരും മറ്റേ അരി കൊടുത്ത് വാങ്ങിച്ചതല്ല, അവരെ ആരും മറ്റേ ഓരോരുത്തരും ബാർട്ടർ സിസ്റ്റം പോലെ ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലതരത്തിൽ സാധനങ്ങൾ ഇവിടെ കമത്തുന്നില്ല. അവരങ്ങനെ കമത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കിടന്ന് നിങ്ങൾ നോക്കുക, അതായത് 22-ാം തീയതി അല്ലെങ്കിൽ ഏതൊരു 2 ആഴ്ചയോളം ദുബായി പോയൊരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ടിങ്ങിന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്? അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ? അതുകൊണ്ടാണ് അവർ വെളുപ്പിനെ 4 മണിക്ക് വന്ന അവര് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് 3 മണിക്കൂർ പോലും 7 മണിക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സ്റ്റാറ്റസ് ഇടുന്നോണ്ടല്ല അപ്ഡേഷൻ അറിയില്ല. അവര് ട്രാവലിംഗിലാണ്. നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ, ഞാൻ പോലും കിടന്ന് ഉറങ്ങുമ്പോൾ അവര് ട്രാവലിംഗിലാണ്. ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കും, അയ്യോ രേണുസുധി വേറെ പോയോ, രേണുസുധി ഖത്തറിൽ പോയോ. ഇത് എന്റെ സ്വന്തം ഇതുകൊണ്ട് ഞാൻ പറയുന്നതായിട്ട് എനിക്കത് പറയാതെ അവരോട് ഞാൻ ഇവിടെ സംഭവം. ഷാരിക വന്ന് ഒരു ഇന്റർവ്യൂ, ഷാരിക ഇതിൽ പറയുന്ന തന്നെ ഞാനൊരു ചിറ്റ് ചാറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി രേണു സുധീൻ്റെ അടുത്ത് ചെന്നു. അപ്പോഴാണ് ഞാൻ ഈ വീട് കാണുന്നത്. എനിക്ക് ഈ വീടിനെ പറ്റി പറയണം തോന്നി.
എനിക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയതാണ്, ചിലപ്പോൾ ഇതിൽ ശരിയുണ്ടാവാം തെറ്റുണ്ടാവാം. രേണുസുതി അത്യാവശ്യം നല്ല സോഷ്യൽ മീഡിയയിൽ തന്നെ ഇങ്ങനെ വിസിബിളായിക്കൊണ്ട് നിൽക്കുന്നൊരു ടൈമായിരുന്നു. അതിനുശേഷം ബിഗ് ബോസ് പോയി ബിഗ് ബോസിന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയൊരു സോഷ്യൽ വിസിബിലിറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ വിസിബിലിറ്റി ഇപ്പം കറൻ്റ്ലി രേണുസുതിക്കില്ല. കാരണം ഇപ്പം ഓൺലൈൻ മീഡിയക്കാരാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും വേറെ പല ഇതിൻ്റെ പുറകെയാണ് നടക്കുന്നത്. ഈവൻ പണ്ടൊക്കെ രേണുസുധീൻ്റെ ഒരു ഇൻ്റർവ്യൂ വരികയാണെങ്കിൽ അത് നല്ല റീച്ചായിരുന്നു. കാരണം രേണുവിൻ്റെ വായന എന്തെങ്കിലുമൊക്കെ വീഴുമെന്നുള്ളത് 100% ഷുവർ ആയിരുന്നു. ഇന്ന് രേണുസുധീൻ്റെ ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ സാധാരണ ഒരു വീഡിയോന് കിട്ടുന്ന റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം ഷാരിക എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത് വീണ്ടും രേണുസുധിക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? സ്പേസ് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, ആൾക്ക് നല്ല സ്പേസ് ഉണ്ട് ഇപ്പം മീഡിയയിൽ. പക്ഷേ ഒരു കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് സെക്കൻഡ് തിങ്, ഷാരിക ഇങ്ങനെ പറയുന്ന സമയത്ത് രേണുവിന് വേണേൽ വളരെ ക്ലിയർ ആയിട്ട് പറയായിരുന്നു, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, മീഡിയയിൽ ഡിസ്കഷൻ വന്നതാണ്, ഫിറോസുമായിട്ട് ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ്, ഇനി ഇത് വീണ്ടും ഇതേ വിഷയം കൊണ്ടുപോയി വലിച്ചിടേണ്ട ആവശ്യമില്ല എന്നുള്ളത് വേണമെങ്കിൽ രേണുസുധിക്ക് പറയായിരുന്നു. കാരണം രേണുസുധിക്ക് അറിയാം ഓഫ്കോഴ്സ് ഇതൊരു വിഷയമാവും, ചർച്ചയാവും, ഫിറോസ് വരും, അത് വീണ്ടും ഒരു 10 ദിവസം രേണുസുധീൻ്റെ പേര് ഇതിലിങ്ങനെ നിൽക്കുമെന്നറിയുന്നു. പക്ഷേ രേണുസുധീൻ്റെ സൈഡിൽ നിന്നും രേണുസുധി ഈ ഒരു സാധനം പറഞ്ഞില്ല. അപ്പോൾ ഇത് രണ്ടും പറയാത്തപ്പോൾ എനിക്ക് വന്നൊരു തോട്ടാണിത്. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഈ ഷാരിക എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ട സമയത്ത് അങ്ങനെ ഒരു വ്യക്തി അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷാരിക കയറുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് കയറുമ്പോൾ നമ്മൾ എത്രയാണോ പ്രതീക്ഷിച്ചത് ആ ലെവലിൽ ഇരട്ടി ഞാൻ ഷാരിക കയറുമ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഷാരിക എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ ആ ഒരു ഹോട്ട് സീറ്റിൽ ഇരുന്നിട്ടുള്ള ആ ഒരു പ്രസംഗവും ആൾ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പം ആൾ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് അതിനുള്ളിൽ കാണിക്കുമെന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് പോയത്. പക്ഷേ ഒരു പൂച്ചക്കുട്ടിയാണ്. അപ്പം എനിക്ക് മനസ്സിലായത് ഹോട്ട് സീറ്റിലോട്ട് വരുമ്പോൾ മാത്രമാണ് സ്റ്റാൻഡ് ഉള്ളതും സംസാരിക്കുന്നതും എന്നുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ രണ്ടാമത് ഞാൻ കണ്ടൊരു സാധനമാണ്, കുറച്ച് കാലം രേണുസുധീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോയി, പിന്നെ ആ ഒരു സപ്പോർട്ടൊന്നും നമ്മൾ കണ്ടില്ല. നമ്മൾ ബേസിക്കലി പ്രതീക്ഷിച്ചത് ഷാരിക രേണു ഒരുമിച്ച് വരുമ്പോൾ അവരുടെ ഒരു കോംബോ ഒരു സപ്പോർട്ടാണ്. ആ സാധനങ്ങളൊന്നും പിന്നെ നമ്മൾ കണ്ടില്ല. പിന്നെ അതിന് തൊട്ട് മുമ്പ് തന്നെ ഷാരിക പറയുന്നുണ്ട്, എനിക്ക് ആദിലേനോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്, കാരണം ആദിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അത് ഞാൻ ആദില പുറത്തിറങ്ങിയതിന് ശേഷം ആദിലേനോട് നേരിട്ട് ചോദിക്കുന്നൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ സാധനങ്ങളും ഒന്നും കാണുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ആള് എന്താണ് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു കാര്യം എനിക്ക് ബേസിക്കലി ഈ ഒരു സാധനത്തിൽ കൂടെ മനസ്സിലായിട്ടുള്ളൂ. ഒന്നെങ്കിൽ ആൾക്കൊരു സ്പേസ് ഉണ്ടാക്കി, അല്ലെങ്കിൽ രേണുവിന് വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡ്രാമയോ എന്തോ ആയിക്കോട്ടെ. ഇതാണ് എനിക്കൊരു ജനറലായിട്ട് പറയാനുള്ള എൻ്റെ ഒരു അസംഷൻ. ഇത് ശരിയാവാം തെറ്റാവാം. ഇത് ശരിയെന്ന് പറഞ്ഞാലും തെറ്റെന്ന് പറഞ്ഞാലും ഞാൻ ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് ഈ ന്യൂസ് കണ്ടപ്പോൾ എൻ്റെ മൈൻഡിൽ വന്ന 2 തോട്ട്സാണ്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ദാനമായി കിട്ടുന്ന പശുവിൻ്റെ പാൽ അളക്കരുത് എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ എനിക്ക് വിഷയത്തിൽ പറയാനുള്ളൂ. എന്ന് കരുതി തോന്നുന്ന എന്തും ചെയ്യാമെന്നല്ല. ഞാൻ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പറയും. എനിക്കിപ്പോൾ ഒരു സാധനമല്ല, എനിക്ക് ഒരാളൊരു സാധനം നിർമ്മിച്ച് തന്നു എന്ന് കരുതി, ഒരു വീടോ എന്തെങ്കിലും ഒന്ന്, അതിൽ ഞാൻ വളരെ ഗ്രാറ്റിറ്റ്യൂഡുള്ള വ്യക്തിയായിരിക്കും. അതിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണെങ്കിലും ഞാൻ ഒരിക്കലും മീഡിയയിൽ കൊണ്ടുവരാനോ അയാളെ നാണം കെടുത്താനോ നിൽക്കില്ല. ഞാൻ വളരെ മാന്യമായി വിളിച്ചു പറയും, നിങ്ങൾ ഉണ്ടാക്കിയ വീടാണ്, ഇപ്പോൾ ഏകദേശം ഒരു 1 year 2 year ആ സമയമാണെങ്കിലേ ഞാൻ പറയൂ കേട്ടോ. 10 വർഷം കഴിഞ്ഞാലൊന്നും ഞാൻ വിളിച്ച് പറയില്ല. ഒരു 1 year 2 year ഒക്കെ ആയപ്പോഴേക്ക് ഇതിന് ഇങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്, എന്താ പ്രശ്നം എന്നുള്ള കാര്യം എനിക്കറിയില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കും. ഇനി ഞാൻ അത്യാവശ്യം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന ഒരു സ്റ്റേജാണ് അപ്പോഴെങ്കിൽ ഞാൻ പറയും, ഞാനൊരു 50% ഇടാം, നിങ്ങളൊരു 50% ഇടുകയാണെങ്കിൽ നമുക്ക് മ്യൂച്വലി ഇത് റെഡിയാക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ചോദിക്കും. അപ്പോൾ അവർ പറയുകയാണ് ഇതാണ് മാം ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ആ ടോപ്പിക്ക് വിടും. ഞാൻ ഒരിക്കലും ആ പെർട്ടിക്കുലർ വ്യക്തിനെ സോഷ്യൽ മീഡിയയിലോട്ട് കൊണ്ടുവന്നിട്ട് അയാളെ ഫുള്ളി ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഒരിക്കലും പേഴ്സണലി ചെയ്യില്ല. ഇവിടെ രേണുസുധി എന്ന് പറയുന്ന വ്യക്തി ആൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഫെയിമായി അത്യാവശ്യം ഏണിംഗ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഈ പെർട്ടിക്കുലർ ആൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മിസ്റ്റേക്സുകൾ സ്വയം സോർട്ട് ഔട്ട് ചെയ്യായിരുന്നു. ഇനി അവരെ ഭാഗത്ത് തെറ്റാണെങ്കിൽ അവർ തന്നെ ചെയ്യും. പക്ഷേ ഇത്രത്തോളം ഒരു സോഷ്യൽ മീഡിയയിലോട്ട് കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്യേണ്ട എന്നൊരു അഭിപ്രായം പേഴ്സണലി ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് തിങ്, എത്രയൊക്കെ നല്ല വീടാണെങ്കിലും എന്തൊക്കെ ക്വാളിറ്റി സാധനം കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഈ ദിവസം പോകുന്നതിനനുസരിച്ച് അതിനൊക്കെ ചില മിസ്റ്റേക്കുകൾ എന്തായാലും വരും.
എനിക്കിപ്പോൾ എൻ്റെ വീട് എനിക്ക് കാണിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള വീടാണ്. അപ്പം അതാണ്, എത്ര ക്വാളിറ്റി സാധനമാണെങ്കിലും ടൈം പോകുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരും. ഇനി എന്ത് പെയിൻ്റ് ആണെങ്കിലും മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രശ്നം വരും. ഇതൊക്കെ ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു വലിയ വിഷയമാക്കി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന ഓപ്പോസിറ്റിലെ വ്യക്തിനെ ഇത്ര ഹറാസ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഈ പെർട്ടിക്കുലർ വ്യക്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റോ കാര്യമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയയിൽ ദിസ് ഈസ് ഗോണ ബി എ ബിഗ് ടോപ്പിക്. പുള്ളിക്കാരനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. എങ്ങനെ എഫക്റ്റ് ചെയ്തു എന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. ഹായ് ഗൈസ്, നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊല്ലം സുധിയുടെ വീടിനെ കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് എന്നോ വിട്ട കാര്യമാണ്. പേഴ്സണലി ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിനൊരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത്. അത് ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു. മുൻപ് ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടെ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ വിവാദങ്ങൾക്ക് ശേഷം രേണുവിൻ്റെ കാര്യത്തിലും അതേപോലെ ഞങ്ങളുടെ കാര്യത്തിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും ഞങ്ങളുടെ കാര്യത്തിൽ പുള്ളിയുടെ ജീവിതത്തിൽ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ആളുടെ ജീവിതത്തിൽ എടുത്ത ഏറ്റവും മോശപ്പെട്ട അഭിപ്രായമാണ് രേണു സുധിക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. പുള്ളി പറയുന്നതിനോട് കൂടി 100% ഞാനും യോജിക്കുന്നു. ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാണ്ട് നിൽക്കുക. കാരണം അന്നത്തെ രേണു സുധിയുടെ ഒരു സാഹചര്യം കണ്ടാണ് നിങ്ങൾ വന്നതെങ്കിലും അന്നത്തെ രേണുവിൻ്റെ ഒരു വീഡിയോ, രേണുവിൻ്റെ കരച്ചിൽ, അത് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. രേണു ഇന്ന് കാണുന്ന രേണുവിലോട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇതേ സെയിം പൈസ ഉപയോഗിച്ച് വെച്ച് നിങ്ങൾ സാധാരണ വളരെ പോവേർട്ടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് നിങ്ങൾ വീടുണ്ടാക്കി കൊടുത്തതെങ്കിൽ അന്നും ഇന്ന് രക്ഷപ്പെട്ടേനെ. അന്നും ഇന്ന് നിങ്ങളുടെ പേരിൽ ഒരു നന്ദി ഉണ്ടായേനെ. ഇവർ ലൈക്ക് ഫെയിം ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, മീഡിയയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഇങ്ങനത്തെയൊക്കെ കോൺട്രവേഴ്സീസ് വരും എന്നൊരു ഉൾക്കാഴ്ച വേണമായിരുന്നു, പക്ഷേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി ആ ഉൾക്കാഴ്ച നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. ഇനിയും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പൈസ കൊടുത്ത് സഹായിക്കുക. അല്ലാണ്ട് ഈ പരിപാടിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ നാരായണക്കല്ലാവും. പേഴ്സണലി ഞാൻ കുറച്ച് അറിയപ്പെടുന്ന ഒരു പേഴ്സണായി, ഒരു 10 ആളെങ്കിലും അറിയപ്പെടുന്ന ഒരു പേഴ്സണായി. അത് ലൈക്ക് അന്ന് കുറച്ച് സോഷ്യൽ മീഡിയ ഇന്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് മാത്രം. പക്ഷെ അതിനപ്പുറം എന്ത് സംഭവിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിന്, അല്ലെങ്കിൽ ആ വീടുമായിട്ട് സഹകരിച്ചവർക്ക്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എങ്കിൽ ഞാൻ പറയാം. ശത്രുക്കൾക്കോ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം, മിത്രങ്ങൾക്ക് ഇത് കേട്ട് ഒരു പക്ഷേ സഹതപിക്കാം. അതിനുശേഷം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡള്ളായി. വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ചാർജ് തന്നു. ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളും അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽസും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാം ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്നുള്ളൊരു ഭയം ജനമനസ്സുകളിൽ സോഷ്യൽ മീഡിയ വഴി നിറയ്ക്കാൻ രേണുവിനും രേണുവിൻ്റെ സുഹൃത്തുക്കൾക്കും സാധിച്ചു. അതിൽ അവർ വിജയിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിരുന്നു. ഇപ്പോൾ വർക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിൻ്റെയും കുടുംബത്തിൻ്റെയും സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കിടാൻ പാടില്ല. അതിനകത്ത് ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കിടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ഉണ്ട്. അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെയാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ രേണു സുധി അല്ലെങ്കിൽ ഈ മീഡിയക്കാർ അല്ലെങ്കിൽ ഇന്ന് സംസാരിച്ചിട്ടുള്ള ഷാരിക കരുതുന്നത് ഇത്ര മാത്രമേ ഉണ്ടാവൂ. ഈ പെർട്ടിക്കുലർ വ്യക്തിനെ അങ്ങ് നാണം കെടുത്തുക, അല്ലെ ഈ പെർട്ടിക്കുലർ വ്യക്തിനോട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കുക, കാരണം അയാളാണല്ലോ ഇങ്ങനത്തെ ഒരു പണി ചെയ്തേ എന്നുള്ളത്. അപ്പം അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. പുള്ളി ഇതിന് ഗുണം പറഞ്ഞു, കാരണം സോഷ്യൽ മീഡിയയിൽ 4 ആൾ അറിയുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിയിരുന്നു. ഓഫ് കോഴ്സ് പുള്ളി മാറി. ഇപ്പോൾ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിനെ ടൗണിൽ കണ്ടാലോ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന വ്യക്തികൾക്ക് നന്നായിട്ട് അറിയാം ഇത് രേണു സുധീൻ്റെ വീടുണ്ടാക്കിയ ആൾ. ഫസ്റ്റ് തിങ് ഫെയിം. ഈ ഫെയിം കൊണ്ട് പുള്ളിക്ക് പ്രത്യേകിച്ച് ഗുണം ഉണ്ടായിട്ടില്ല. പുള്ളിക്ക് ഉണ്ടായത് ഫുൾ നഷ്ടങ്ങളാണ്. കാരണം ഒരാൾ വന്ന് താൻ ഉണ്ടാക്കുന്ന വീട് ഇങ്ങനെയാണ്, തൻ്റെ വീടിൻ്റെ പണി ഇങ്ങനെയാണ്, അതിന് ഇന്ന മിസ്റ്റേക്ക് ഉണ്ട് എന്നൊരു സോഷ്യൽ മീഡിയ പറയുക. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഡിസ്കഷൻ നടത്തുമ്പം ഇതിൻ്റെ ഫാക്റ്റ് അറിയുന്ന ആൾക്കാരും ഉണ്ടാവും, ഫാക്റ്റ് അറിയാത്ത ആൾക്കാരും ഉണ്ടാവും.
ഈ 2 കാറ്റഗറി ഓഫ് വ്യക്തികൾ, ഫാക്റ്റ് അറിയുന്നവരാണ്, അറിയാത്തവരെ സംബന്ധിച്ച് അയാൾക്ക് കൊടുക്കേണ്ട ഈസ് വെരി റോങ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി. ഫാക്റ്റ് അറിയുന്നവരാണെങ്കിലും വെറുതെ റിസ്ക് എടുക്കണോ, എത്ര കോൺട്രാക്ടർമാർ ഇന്ന് അവൈലബിളാണ്, വെറുതെ ഇനി കൊടുത്ത് വെറുതെ പ്രശ്നമാക്കണോ എന്നുള്ളൊരു തോട്ട് വരും. അത് ഓട്ടോമാറ്റിക്കലി പുള്ളിയുടെ ബിസിനസ്സിനെ ബാധിക്കും. അത് ഓട്ടോമാറ്റിക്കലി പുള്ളിയുടെ ഫാമിലീനെ എഫക്റ്റ് ചെയ്യും, കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും, പുള്ളിയുടെ വൈഫിനെ എഫക്റ്റ് ചെയ്യും, പുള്ളിയുടെ അച്ഛനമ്മേനെ എഫക്റ്റ് ചെയ്യും കംപ്ലീറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതൊരു കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവർക്കൊന്നും ജോലി കിട്ടൂല. ഇവർ എഫക്റ്റ് ചെയ്യുന്നത് വഴി ഇവരുടെ ഫാമിലീനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീണ്ടും അത് അന്ന് ഇത് വലിയൊരു വിഷയമായെങ്കിലും നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് മറന്ന് നമ്മൾ വേറൊരു തലത്തിൽ പോയിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഇപ്പം അതേ വിഷയം കൊണ്ടുവന്ന് വീണ്ടും ഇട്ട് ഇനിയൊരു 5-6 ദിവസം സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷനാക്കി അത് വീണ്ടും ആളെ എഫക്റ്റ് ചെയ്യല്ലേ എന്നുള്ളൊരു തോട്ടില്ല. അത് മാത്രമേ പറയാനുള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഈ ഭൂമി എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്തത് വലിയൊരു ദൈവം, അല്ലെങ്കിൽ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തൊരു ദൈവം. ഒരു നല്ലൊരു നാച്ചുറൽ കലാമിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് തകരാവുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ മേപ്പാടി ഭാഗത്ത് അമ്മാതിരി അടിപൊളിയാണ്. പ്രതീക്ഷിക്കാണ്ട് വന്ന ഒരു ഉരുൾപൊട്ടൽ മേപ്പാടിനെ എന്താക്കി എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാലറിയാം. ദിസ് ഈസ് വാട്ട് ഒരു നാച്ചുറൽ കലാമിറ്റി, പ്രകൃതിനെ നാച്ചുറൽ കലാമിറ്റിക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ ആർക്കെപ്പോൾ വേണമെങ്കിലും ഡിസ്ട്രോയ് ചെയ്യാം, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് കൊണ്ട് ഡിസ്ട്രോയ് ആവാം. ഇതൊക്കെ ആസ് എ പാർട്ട് ഓഫ്. സോ എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ യുവർ ലൈഫ്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.